രാഹുൽ, ഇപ്പോൾ ഇവിടെ നിന്നും കുറേ ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെയായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ 3 പേർ ചികിത്സയിലുള്ള ആളുകളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് ഈ നിലവിൽ ചികിത്സയിലുള്ള ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്ക് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നടന്ന ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ നമുക്ക് പ്രതികരണം തരാനായി? ശരി, രാഹുലിലേക്ക് മടങ്ങി വരാം. ഗോകുൽ VS ഇപ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗോകുൽ, പോസ്റ്റ്മോർട്ടം നടപടി അവിടെ ആരംഭിച്ചോ? ഈ ചികിത്സയിലുള്ള 3 പേരുടെ നില അതീവ ഗുരുതരമെന്നുള്ളതാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ചികിത്സയിലുള്ളവരുടെ നില അതുപോലെ തന്നെ അത് കണക്കെ തന്നെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ്. ഏകദേശം 8 ടേബിളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 5 ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഇന്ന് രാത്രി തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള ഏർപ്പാട് ചെയ്യും. ഏകദേശം ഇപ്പോൾ എല്ലാവരുടെയും ബന്ധുക്കൾ എത്താറായിട്ടുണ്ട്. ഏകദേശം 4 പേരുടെ ബന്ധുക്കൾ എത്തി. അവർ ഐഡന്റിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെയായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. നിങ്ങൾ അവിടെ നിന്ന് ഞാൻ പൊള്ളാച്ചി ഐക്യ ജമാഅത്ത് പ്രസിഡന്റാണ്, ഫാർമർ പബ്ലിക് പ്രോസിക്യൂട്ടർ. ആദ്യം എനിക്ക് ന്യൂസ് കിട്ടിയത് 6 മണിക്ക് കിട്ടിയതാണ്, ഇങ്ങനെ അപകടമായി. അപ്പം നമ്മളുടെ വാലണ്ടിയറിയൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയി. ഇവിടുത്തെ 10 കിലോമീറ്റർ പോകുമ്പോൾ തിരിച്ച് വെഹിക്കിലൊക്കെ തിരിച്ചു വന്ന് അപ്പോൾ നമ്മൾ വന്നിട്ട് ഇതൊക്കെ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം എത്തി, ആരും അവിടെ ഇല്ല. ആകെ അവിടെ വെഹിക്കിൽ മാത്രം അവിടെ ഉണ്ട്. മോസ്റ്റ്ലി എല്ലാവരും വന്നു, ബന്ധുക്കാരൊക്കെ എല്ലാവരും വന്നു. ഐഡന്റിഫിക്കേഷൻ പൂർത്തിയാക്കാം. അതെ, ഇപ്പോൾ മാക്സിമം ഇന്ന് എല്ലാം ക്ലിയർ ആകും. പിന്നെ അവർ സ്വാമി പള്ളിയിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവർ നാട്ടിൽ കൊണ്ടുപോകും. ഏകദേശം എല്ലാവരുടെയും ബന്ധുക്കളെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇന്ന് രാത്രി തന്നെ ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ളൊരു ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതനുസരിച്ചുള്ള നടപടികളുമായി രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളതും ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ രാത്രി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയതും ബന്ധുക്കൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഐഡന്റിഫിക്കേഷൻ മറ്റും ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഐഡന്റിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും നടത്തും.